അർജുനായങ്കിക്കായി വലവിരിക്കുന്നു പോലീസ്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അർജുനായങ്കിയുമായി ബന്ധമുള്ളവരെ കരുതൽ തടങ്കലിലാക്കും. പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആയങ്കിയുടെ യാത്രയെന്നാണ് വിവരം. അർജുനായങ്കി കോഴിക്കോട് എത്തിയെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് വ്യാപക പരിശോധന നടത്തുകയാണ്. ആയങ്കിയുടെ സുഹൃത്തുക്കളെ തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒളിവിൽ താമസിക്കാൻ സഹായിച്ച 4 പേർ ചങ്ങരംകുളത്ത് നിന്ന് പിടിയിലായിട്ടുണ്ട്. MG പ്രതീഷും VS രഞ്ജിത്തും നമുക്കൊപ്പം ചേരുകയാണ്. MG പ്രതീഷിലേക്ക് ആദ്യം. പ്രതീഷ്, അപ്പോൾ ഓപ്പറേഷൻ ഗ്രിഡ് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പ്രത്യേക ഓപ്പറേഷൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കുന്നു. അതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ അർജുനായങ്കി എന്ന് പറയുന്ന ഒരു കുറ്റവാളിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് വലവിരിക്കുകയാണ് വ്യാപകമായി കേരള പോലീസ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി തുടർന്നുകൊണ്ട് സ്വൈര്യവിഹാരം നടത്തുന്നു. അർജുനായങ്കി എറണാകുളത്തുണ്ടായിരുന്നു, തൃശ്ശൂരിലുണ്ടായിരുന്നു, മലപ്പുറത്തുണ്ടായിരുന്നു. മലപ്പുറത്ത് ഉണ്ട് എന്ന് തന്നെ കേൾക്കുന്നു. ഇപ്പോൾ കണ്ണൂരിൽ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് അർജുനായങ്കിയുടെ സാന്നിധ്യം ഉണ്ട് എന്നറിയുന്നു. ഇപ്പോൾ ഇത് എവിടെയാണ് ശരിക്കും ഈ ആയങ്കി? ഇയാൾ എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ടും പേരുകേട്ട കേരള പോലീസിന് പിടികൂടാൻ സാധിക്കാത്തത്? എങ്ങനെയായിരിക്കും ഈ ഓപ്പറേഷൻ ഗ്രിഡിന്റെ പ്രവർത്തനം? പ്രതീക്ഷ ഷിഹാസ്, സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ച അർജുനായങ്കി എത്രയും വേഗം പിടികൂടണം എന്ന നിർദ്ദേശമാണ് ആഭ്യന്തര വകുപ്പ് പോലീസിന് നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും കേന്ദ്രീകരിച്ച് ഒരു സ്പെഷ്യൽ ഡ്രൈവ് കേരള പോലീസ് നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിലാണ് അത്തരത്തിലൊരു സ്പെഷ്യൽ ഡ്രൈവ് കേരള പോലീസ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി അർജുനായങ്കിയെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം വ്യാപകമാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ഇന്റലിജൻസ് ADGPയും സംയുക്തമായാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകുന്നത്. ഇതുപ്രകാരം അർജുനായങ്കിയുമായി അടുത്ത് ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അവരെ കസ്റ്റഡിയിലെടുക്കുകയും കരുതൽ തടങ്കലിലും വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇതുവരെ കസ്റ്റഡിയിലെടുത്ത പലരും അർജുനായങ്കിയുമായി ബന്ധമുണ്ട്, ഗുണ്ടകളാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നതാണ് പോലീസ് പറയുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ കർശനമായ നിരീക്ഷണം, പരിശോധന ശക്തമാക്കുകയാണ്. ഈ അർജുനായങ്കിയെ സഹായിച്ചു എന്ന് കരുതുന്നവരെ കേന്ദ്രീകരിച്ച ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയകളിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ അർജുനായങ്കിയെ പിന്തുണയ്ക്കുന്ന ആ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇപ്പോൾ നിർദ്ദേശം ആഭ്യന്തര മന്ത്രി നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വളരെ അധികം വൈകാതെ തന്നെ ഈ അർജുനായങ്കിയെ പിടികൂടാൻ കഴിയും എന്നതാണ് ഇപ്പോൾ പോലീസും അറിയിച്ചിരിക്കുന്ന കാര്യം. അതിന് കൂടി ഭാഗമായാണ് ഈ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ ഒരു പരിശോധന, സംസ്ഥാന വ്യാപകമായ പരിശോധന കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അർജുനായങ്കിയുമായി ബന്ധമുള്ളവരെ, സുഹൃത്തുക്കളെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം ഓരോ ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് അർജുനായങ്കി പോകുന്നുണ്ട്. അവിടെ ഒളിവിൽ കഴിയാൻ ആരുടെയൊക്കെ സഹായം ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് അർജുനായങ്കിയുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അധികം വൈകാതെ തന്നെ പോലീസിന്റെ വലയിൽ അർജുനായങ്കി കുടുങ്ങും എന്നതാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. ശരി, MG പ്രതീഷാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ് ആ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക് VS രഞ്ജിത്തിനോട് കൂടി ചോദിക്കാം. രഞ്ജിത്ത്, അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായി സോഷ്യൽ മീഡിയയിൽ ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചതിന് ശേഷം ഈ ചോദ്യം ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇനിയിപ്പോൾ അർജുനായങ്കിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ, പിന്നീട് വെടിവെക്കാൻ അനുവാദം കൊടുത്തു എന്ന് കേൾക്കുന്നു. ഇന്നിപ്പോൾ ചോദിച്ചപ്പോൾ അതൊക്കെ ഒരു ഗുണ്ടയ്ക്ക് മറുപടി പറയേണ്ട ആവശ്യം തനിക്കില്ല എന്നുള്ളൊരു സൂചനയാണ് രമേശ് ചെന്നിത്തല നൽകിയത്. അതൊക്കെ പോലീസ് നോക്കിക്കോളൂ എന്ന് പറയുന്നു. പക്ഷേ 3-4 ദിവസങ്ങൾ കഴിഞ്ഞു, പോലീസ് ഓടുന്നതല്ലാതെ അർജുനായങ്കിയെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ ആയങ്കി ഉണ്ടെന്നാണോ ഇപ്പോൾ പോലീസിന് ഒടുവിൽ ലഭിച്ചിട്ടുള്ള സൂചന? അതോടൊപ്പം രഞ്ജിത്ത്, ആരാണ് ഈ അർജുനെ സഹായിക്കുന്നത്? കാരണം ഓരോ ജില്ലകളിൽ നിന്ന് മാറി മാറി ഇങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ, കാരണം അർജുനായങ്കിയുടെ മുഖം കേരള പോലീസിന് അത്ര സുപരിചിതമാണ്. പക്ഷേ കാറുകൾ മാറുന്നുണ്ട്, മൊബൈൽ ഫോണുകൾ മാറുന്നുണ്ട്, എല്ലാ ജില്ലകളിലും ഇയാൾക്ക് സഹായികളുണ്ട്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന അർജുനായങ്കി ആണോ? അങ്ങനെ ആരാണ് ഇയാളെ ഇത്ര വലിയൊരു സാഹസത്തിന് സഹായിക്കുന്നത്? രഞ്ജിത്ത്, ഷിഹാസ്, അർജുനായങ്കിയെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് വടക്കൻ കേരളത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അർജുനായങ്കിക്ക് എല്ലാ ജില്ലകളിലും അർജുനായങ്കിയുടേതായിട്ടുള്ള നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും ദിവസത്തെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അർജുനായങ്കിയുടെ ഒരു യാത്ര നമുക്ക് സൂചിപ്പിക്കുന്നത്. കാരണം ഓരോ ജില്ലയിലും കൃത്യമായ സഹായം കൃത്യമായി പലയിടങ്ങളിൽ നിന്ന് അർജുനായങ്കി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ സഹായം കിട്ടുന്ന ഇടങ്ങൾ ബ്ലോക്ക് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ അർജുനായങ്കിയെ സഹായിക്കാൻ സാധ്യതയുള്ള ആ കണക്ഷൻ ലിസ്റ്റിലുള്ള ആളുകളെ നിരീക്ഷണത്തിൽ നിർത്തുക എന്ന അർത്ഥത്തിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പോലീസിന്റെയും
സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ അർജുൻ ആയിങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അർജുൻ ആയിങ്കുമായി സഹകരിക്കാൻ, അത് സമൂഹ മാധ്യമത്തിലാണെങ്കിലും സൗഹൃദ വലയത്തിലാണെങ്കിലും ഒക്കെ ഉള്ള ആളുകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോഴിക്കോട് എത്തി എന്നുള്ള വിവരം പോലീസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കോഴിക്കോട് വിട്ടോ എന്നൊരു സംശയം കൂടി പോലീസ് ഉന്നയിക്കുന്നുണ്ട്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്തിലൂടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. രണ്ട് ഓപ്ഷനുകളാണ് അർജുൻ ആയിങ്കിക്ക് മുന്നിലുള്ളതായിട്ട് പറയപ്പെടുന്നത്. ഒന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്നുള്ളതാണ്, മറ്റൊന്ന് പാർട്ടി ഗ്രാമങ്ങളിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. ഇതിൽ രണ്ടിലൊന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അതാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക് ഇനി കേരള പോലീസിന് അന്വേഷണം വ്യാപിപ്പിക്കുമോ, അല്ലെങ്കിൽ കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ അർജുൻ ആയിങ്കിക്ക് സഹായമൊരുക്കുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കേരള പോലീസ് കടന്നു കയറുമോ? ഇതൊക്കെയാണ് ഇനി അറിയേണ്ടത്. അർജുൻ